ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇത് നമ്മുടെ ട്രംപ് വന്നതിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ ഈ കാണുന്ന കെട്ടിപ്പിടുത്തത്തിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് അടിക്കടി ഇന്ത്യക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പണി തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ തയ്യാറായിട്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അമേരിക്കയിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും അറിയാം. അപ്പം ട്രംപ് വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ ട്രംപ് നമ്മുടെ ഏറ്റവും അടുത്ത ആളാണെന്നും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും സൗഹൃദം പുലർത്തുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റാണെന്നും ഒക്കെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സങ്കല്പിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷ പ്രകടനങ്ങളും അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അറിയുന്ന ആൾക്കാർക്ക് പിന്നെ അത് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കാരണം അമേരിക്ക ഒരു ലോകത്തിലെ നമ്പർ വൺ സൂപ്പർ പവറായിട്ട് നിൽക്കുന്നു. അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളുണ്ട്. അവരുടെ മുൻപിൽ മറ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ഒന്നും തന്നെ ഒരു പ്രശ്നമല്ല. അവരുടെ രാജ്യത്തിൻ്റെ ജിയോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള തന്ത്രങ്ങളും താല്പര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് അവർ എല്ലാ രീതിയിലുള്ള ചരടുകൾ വലിക്കുകയും ഇല്ലേ, അതുപോലെ തന്നെ തന്ത്രങ്ങൾ മെനയുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് ദശാബ്ദങ്ങളായിട്ട്, അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാം അറിയാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് അവരുടെ പോളിസീസിനെ നമുക്ക് വിലയിരുത്താനോ അല്ലെങ്കിൽ നമുക്ക് കാണാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. ഇപ്പം ഈ കെട്ടിപ്പിടുത്തം, നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന കെട്ടിപ്പിടുത്തം കൊണ്ടോ എന്താണ് ഈ ഫോട്ടോയിൽ കാണുന്ന കെട്ടിപ്പിടുത്തം കൊണ്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന കൈകൊടുപ്പ് കൊണ്ടോ ചിരിച്ച് കളിച്ച് സംസാരിച്ചു എന്നൊക്കെ വിചാരിച്ച് ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാത്രം നിലപാടെടുക്കുന്ന ഒരു പ്രസിഡന്റാണ് അല്ലെങ്കിൽ ആ പ്രസിഡന്റിന്റെ ഭരണകൂടമാണ് അമേരിക്കയിലുള്ളത് എന്നുള്ളത് തെറ്റിദ്ധരിക്കുന്നത്. അത് ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ പേരിൽ നാരേറ്റീവ് ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, അതെന്ത് തന്നെയായാലും നമ്മൾ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ ഇറാനിൽ ചബഹാർ പോർട്ട് എന്നും പറഞ്ഞൊരു പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. പോർട്ട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷേ ആ പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയാണ് അതിനകത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയും ഇറാനും തമ്മിൽ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ ആദ്യത്തെ ടെനുവറിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഇന്ന് ചൈന. അതിനേക്കാൾ കൂടുതൽ റഷ്യ, അതിനേക്കാൾ കൂടുതലാണല്ലോ ഇറാനെതിരെ അമേരിക്കയുടെ നിലപാടുകൾ എന്ന് പറയുന്നത്. കാരണം ഏത് വിധേനയും ഇറാനെ തകർക്കുക അല്ലെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണല്ലോ അമേരിക്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പം ഇറാനെതിരെ പരമാവധി സമ്മർദ്ദങ്ങളും ഇക്കണോമിക് സാങ്ഷൻസ്, സാമ്പത്തിക ഉപരോധങ്ങളും ഒക്കെ ഏർപ്പെടുത്തി ഇറാനെ നിലംപരിശാക്കുക അല്ലെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളൊരു നയപരിപാടിയാണ് അമേരിക്കയുടെ ഭാഗത്തുള്ളത്. അപ്പോൾ ഓരോ പ്രസിഡന്റ് വരുമ്പോഴും അതിനകത്തിൽ പ്രത്യേകിച്ച് ഇളവുകളോ അയവുകളോ ഒന്നും കാണിക്കാറില്ല. ട്രംപിൻ്റെ ആദ്യ സമയത്തും വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇറാൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞത് പരമാവധി ഇറാനെ സപ്രസ് ചെയ്യും അല്ലെങ്കിൽ പ്രഷർ ചെയ്യും എന്നുള്ളൊരു നയപരിപാടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ട്രംപ് ക്യാമ്പയിൻ ചെയ്തതും. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അതുപോലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടുതൽ അഗ്രസീവായിട്ടുള്ള എന്താ പറയുക അറ്റാക്കുകളും അല്ലെങ്കിൽ ആക്ഷൻസും ഒക്കെ തന്നെ അത് അൾട്ടിമേറ്റ്ലി ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ ഒത്തിരി കാലം കൊണ്ട് ഇറാനെ മറ്റ് പല 7 രാജ്യങ്ങളെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖ്, ലിബിയ, ലെബനൻ, സിറിയ, വേറെ സുഡാൻ, അഫ്ഗാനിസ്ഥാൻ, ഇതുപോലുള്ള 7 രാജ്യങ്ങളെ അവർ ടാർഗറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിൽ ഇതുവരെ ഇറാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളെയും അവർ ഏകദേശം നശിപ്പിച്ച് ഡീസ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു കാഴ്ച നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇറാനെ മിലിറ്ററിലി അറ്റാക്ക് ചെയ്യുന്നതിന് പകരം
മറ്റ് രീതിയിൽ, കാരണം അമേരിക്ക മറ്റ് ലോകരാജ്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നത് പല രീതിയിലാണല്ലോ. ഇപ്പം ഇന്ത്യക്കെതിരെ അവർ ഫൈറ്റ് ചെയ്യുന്നു, ചൈനയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫൈറ്റ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിനെതിരെ അമേരിക്ക യുദ്ധം ചെയ്യുന്ന പറഞ്ഞാൽ അത് ഇക്കണോമിക് വാറായിരിക്കാം, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വാറായിരിക്കാം, പിന്നെ ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. കാരണം അവർ നേരിട്ട് ഏം, മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത പോലെ, അല്ലെങ്കിൽ ബോംബിടുകയും എയർ സ്ട്രൈക്ക് നടത്തുകയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ റിലീജിയസ് കൾച്ചറൽ വാർസ് ആയിരിക്കാം. പിന്നെ അല്ലെങ്കിൽ വേറെ എന്താണ്. അപ്പം ഇതുപോലുള്ള പല രീതിയിലുള്ള പിന്നെ തന്ത്രങ്ങളാണ് അവർ ലോകരാജ്യങ്ങൾ അവരുടെ ശത്രുക്കളായിട്ട് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള രാജ്യങ്ങളെ അവർ പിന്നെ എന്താണത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇറാനെതിരെ നേരിട്ട് മിലിറ്ററി ആക്രമണങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ തന്ത്രങ്ങളും അമേരിക്ക പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രംപ് വന്നതിന് ശേഷം ഈ ചബഹാർ പോർട്ടിനെ സംബന്ധിച്ച്, അപ്പോൾ ഇന്ത്യക്ക് അതിനകത്ത് മാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടൈറ്റിലിൽ നമുക്കറിയാം വേർ ട്രംപ് ഈസ് ഹർട്ടിങ് ഇന്ത്യ ആൻഡ് ഹെൽപ്പിംഗ് ചൈന. കാരണം ചബഹാർ പോർട്ടിൻ ഇറാനിലുള്ള ചബഹാർ പോർട്ടിൻ്റെ മുകളിൽ അമേരിക്കയുടെ ട്രംപിൻ്റെ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കുകയും അതിനകത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ചൈനയും പാകിസ്ഥാനായിരിക്കും. ചൈന പാകിസ്ഥാനിൽ ഗദ്വാർ പോർട്ട് പാകിസ്ഥാനിലെ ചൈനയുടെ പിന്നെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലും ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരവിടെ മൾട്ടി ബില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ആ പോർട്ടിനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ചൈനയും പാകിസ്ഥാനുള്ള സീപെക് ഇക്കണോമിക് കോറിഡോർ പൂർത്തിയാവുകയും ചൈനയ്ക്ക് അറേബ്യൻ സീയിലേക്ക് അവർക്ക് വലിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ, കാരണം ഇതൊരു സിവിലിയൻ പോർട്ടാണെങ്കിൽ തന്നെ അതിനെ മിലിറ്ററി പോർട്ടായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണല്ലോ അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പം ചൈനയ്ക്ക് ഗദ്വാറിൽ മാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇന്ത്യ ഓൾറെഡി ഈ പറഞ്ഞ ചബഹാറിലും ഇതുപോലെ തന്നെ മാസീവായിട്ടുള്ള അല്ലെങ്കിൽ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കഴിഞ്ഞു. അപ്പം ഈ ചബഹാർ പോർട്ടിനെതിരെ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പരമാവധി മാക്സിമം പ്രഷർ ഇറാൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായിട്ടുള്ളൊരു താല്പര്യത്തിന് വളരെ ഒരു തിരിച്ചടിയായിരിക്കും അത് എന്നുള്ളത്. അപ്പോൾ അത് ഈ ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ സൗത്ത് ഈസ്റ്റേൺ അതായത് തെക്ക് കിഴക്കൻ പ്രവിശ്യയിലുള്ള തെക്ക് കിഴക്കൻ മേഖലയിലാണ് ഈ ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മാപ്പിന് നമുക്ക് കാണാൻ പറ്റും. കാരണം ഗ്വാദറായിട്ട് വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഏകദേശം 70 അല്ലെങ്കിൽ 80 കിലോമീറ്ററോ താഴെയുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ പാകിസ്ഥാൻ്റെ ഈ ഗ്വാദർ പോർട്ടും അതുപോലെ തന്നെ ചബഹാർ പോർട്ടും തമ്മിൽ. അപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ ചബഹാർ പോർട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ മുമ്പിൽ പാകിസ്ഥാൻ ഉള്ളത് കൊണ്ട് ഒരിക്കലും നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ നമുക്കൊരു എൻട്രി ഇല്ല, നമുക്കൊരു വാതായനമില്ല. അപ്പോൾ ഇന്ത്യയുടെ വികസനത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പം ഈ പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഉണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പിന്നെ അറിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും മുമ്പോട്ട് പോകരുത്, വികസിക്കരുത്. കാരണം ഇന്ത്യക്ക് വികസനം സാധ്യമാകണമെങ്കിൽ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭൂവിഭാഗം അതിൽ കൂടെ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ കൂടെ നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും നമ്മളുടെ ട്രേഡും വ്യാപാരങ്ങളും ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരാനും അവിടെയുള്ള റിസോഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു രാജ്യമെന്ന രീതിയിൽ നമുക്ക് വികസിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ഏകദേശം വികസനത്തിൻ്റെ ഏറ്റവും വലിയൊരു വിലങ്ങുതടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ വിഷയമാണ്. അത് പണ്ട് ബ്രിട്ടൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പാകിസ്ഥാനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം കാശ്മീർ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി ബഫറായിട്ട് അവിടെ ഇന്ത്യക്ക് ഒരു രീതിയിലും ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ ഈ 10-70-75 വർഷം നമ്മൾ വളരെ വീർപ്പ് മുട്ടുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ചൈന ഇപ്പോൾ ഈ ഗ്വദാർ പോർട്ടും അല്ലെങ്കിൽ പാകിസ്ഥാനെ അവർ കോളനൈസ് ചെയ്ത് പിന്നെ ബലൂചിസ്ഥാനെ കൂടെ ഈ ഗ്വദാർ പോർട്ട് ഉണ്ടാക്കുകയും അതുവഴി അവർക്ക് ഈ പറഞ്ഞ ഇന്ത്യ നേരിടുന്ന അതേ പ്രശ്നം തന്നെയാണ് അവർക്ക്. കാരണം മാരിടൈം ട്രേഡ് മൊത്തവും അല്ലെങ്കിൽ ലോകത്തുള്ള കടലുകൾ മൊത്തവും ഈ വെസ്റ്റേൺ നമ്മൾ പറഞ്ഞ അറ്റ്ലാന്റിക് ഫോഴ്സ്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഇതുപോലുള്ള ഫോഴ്സുകൾ അവരവിടെ എല്ലായിടത്തും വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യൻ ഓഷ്യനിലായാലും പസഫിക് ഓഷ്യനിലായാലും അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യനിലായാലും. കാരണം അവർ മാരിടൈം പവേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അപ്പം നമ്മളെപ്പോൾ രാജ്യങ്ങൾക്കൊന്നും യാതൊരു രീതിയിലുള്ള മേൽക്കൈ അല്ലെങ്കിൽ
ഒരു സ്വാധീനവും ഈ പ്രദേശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ തിട്ടൂരം അനുസരിച്ച് മാത്രമേ, അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ, അവർ പറയുന്നതിനനുസരിച്ച് മാത്രമേ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ മാരിടൈം റൂട്ടുകളും മാരിടൈം ട്രേഡും ഒക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ചോക്കിംഗ് ബ്ലോക്ക്, എന്താണ്, ചോക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. അപ്പം അവരുടെ നേവൽ പവറൊക്കെ വളരെ ശക്തമായുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യശക്തികളുടെ, നാറ്റോയുടെ, അറ്റ്ലാന്റിക് പവേഴ്സിൻ്റെ നേവൽ പവറൊക്കെ വളരെ ശക്തമായുണ്ട്. അവർക്ക് ഏത് രാജ്യത്തെ എവിടെയും ബ്ലോക്ക് ചെയ്യാനും അവർക്ക്, എന്താണ് പറയുന്നത്, ഉപരോധങ്ങൾ ഏർപ്പെടുത്താനൊക്കെ സാധിക്കും. അപ്പോൾ ചൈന നേരിടുന്ന പ്രശ്നം ഇത് തന്നെയാണ്. ഇന്ത്യയും തീർച്ചയായിട്ടും ആ പ്രശ്നം ഇന്ത്യക്കും നേരിടാം. അപ്പം ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഈ പറഞ്ഞ ലാൻഡ് റൂട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ലാൻഡ് റൂട്ട് പാകിസ്ഥാൻ്റെ നിർമ്മാണത്തോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ടു. ചൈനയ്ക്കും ഏകദേശം ഇപ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളൊരു, ഈ സിപെക്കും അല്ലെങ്കിൽ വൺ ബെൽറ്റ് വൺ റോഡ് എന്നൊക്കെയുള്ള വലിയ മെഗാ പ്രോജക്റ്റ് കൂടെ. പക്ഷേ ഇന്ത്യയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഒട്ടുമേ അനുവദിക്കത്തില്ല. നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ നല്ല ബന്ധം സ്ഥാപിച്ചെടു അവിടെ ആര് ഭരണത്തിൽ നിന്നാലും ഏകദേശം മൊറോർലെസ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ നമ്മളെ ബന്ധം വലിയ കുഴപ്പമില്ലാതെ പോവാണ്. അപ്പോൾ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനോട്ട് ട്രേഡ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ പാകിസ്ഥാൻ ഒട്ടുമേ അനുവദിക്കത്തില്ല. കാരണം ഇന്ത്യ അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത് പാകിസ്ഥാൻ പറയുന്നത് അവരുടെ സെക്യൂരിറ്റിക്ക് ത്രെട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാകുന്നതോ ഉണ്ടാക്കിയെടുക്കുന്നതോ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള റിലേഷൻസ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഉണ്ടാകുന്ന പാകിസ്ഥാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് ട്രേഡ് നടത്തണമെങ്കിൽ പാകിസ്ഥാനെ കൂടെ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പാകിസ്ഥാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ തിരഞ്ഞെടുത്തൊരു വഴിയാണ് ഇറാനിലെ ചബഹാർ പോർട്ട്. നമ്മൾ ഇറാനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ കൂടെ ചബഹാർ പോർട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചബഹാർ പോർട്ടിൽ നിന്ന് നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും അതുവഴി നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കും ഒക്കെ തന്നെ നമുക്ക് ട്രേഡ് നടത്താൻ സാധിക്കും. അങ്ങനെ പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഒരു ആൻസർ എന്ന രീതിയിൽ, കാരണം പാകിസ്ഥാൻ നമ്മളെ അനുവദിക്കത്തില്ല, അപ്പോൾ അവർക്കൊരു ഉത്തരവെന്ന രീതിയിൽ നമ്മൾ ചബഹാർ പോർട്ട് തിരഞ്ഞെടുക്കുകയും അപ്പോൾ അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വിജയിച്ചു വരികയാണ്. അന്നേരമാണ് ട്രംപിൻ്റെ ഈ ഒരു ഇടുത്തി പോലുള്ളൊരു പോളിസി, ഇറാനെതിരെയുള്ള പോളിസി. കാരണം ആദ്യത്തെ ടൈമിൽ ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ മേടിക്കുന്നതൊക്കെ ശക്തമായിട്ട് അമേരിക്ക എതിർക്കുകയും ഇന്ത്യ അത് സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. കാരണം ശക്തമായിട്ടുള്ള സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു രാജ്യത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ചബഹാർ പോർട്ടിൻ്റെ കാര്യത്തിൽ അമേരിക്ക ഇറാനെ വളരെയധികം പ്രഷർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അത് ഇന്ത്യക്ക് ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യ ഓൾറെഡി അവിടെ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ, ഇപ്പം ചൈന ഗ്വദാറിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അത്ര ഇല്ലെങ്കിൽ തന്നെയും മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളവിടെ നടത്തിയിട്ടുണ്ട് ഓൾറെഡി. ആ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പണം നഷ്ടപ്പെടുന്നതിൻ്റെ മാത്രമല്ല, കാരണം ഇന്ത്യക്ക് വലിയൊരു തന്ത്രപരമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത്, നമ്മുടെ താല്പര്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്കത് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥകളാണ്. കാരണം അത് ചൈനയുടെയും പാകിസ്ഥാൻ്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുകയും നമുക്ക് തലവ് നിൽക്കേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാൻ അത് നൽകുന്ന വലിയൊരു വിജയമായിരിക്കും എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ ഈ മോഡി അമേരിക്കയിൽ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ആ തീരുമാനം എടുക്കുകയുണ്ടായി. കാരണം അത് ആ ത്രെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. അപ്പം ചൈന അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ ട്രംപ് വളരെയധികം ത്രട്ടൺ ചെയ്യുകയും പ്രഷർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്, അപ്പം നേരത്തെ ഇന്ത്യ ഇറാനിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ആദ്യത്തെ സമയത്ത് ട്രംപ് വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം നമ്മളത് നിർത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇറാനിയൻ പോർട്സ് എന്ന് പറഞ്ഞാൽ ഈ ചബഹാറിനുള്ള അവിടുത്തെ ആക്ടിവിറ്റിയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ അതിൻ്റെ മുകളിൽ സാങ്ഷൻസ് ഏർപ്പെടുത്തുകയും, അപ്പോൾ സാങ്ഷൻസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ അത് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തരണം. അപ്പോൾ ആ വിഷയം ഇപ്പം അത് സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. കാരണം ഇന്ത്യ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പം നമുക്ക് തീർപ്പ് ആയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയോട് നേരിട്ട് അല്ല, ഇൻഡയറക്റ്റായിട്ട് അവിടുത്തെ ഓപ്പറേഷൻസ് ഒക്കെ നിർത്തിക്കൊള്ളാനാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈമിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന നിർത്താൻ പറഞ്ഞു. അത് നമ്മൾ
അനുസരിച്ചു ക്രൂഡ് ഓയിൽ വാങ്ങാൻ നിർത്തി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, മനുഷ്യ മനുഷ്യത്വപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുവാൻ അക്കാര്യത്തിൽ ചില ഇളവുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ നമ്മളെ അനുവദിക്കത്തില്ല. പാകിസ്ഥാൻ അങ്ങനെ അനുവദിക്കാതെ വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു റൂട്ട് നമുക്ക് തേടേണ്ടി വന്നത്. അപ്പോൾ അത് നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കൊക്കെ ട്രേഡ് റൂട്ട് തുറന്നു കിട്ടാൻ വേണ്ടി പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് സെൻട്രൽ ഏഷ്യ, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇന്ത്യക്കായാലും ചൈനയ്ക്കായാലും എല്ലാം തന്നെ സെൻട്രൽ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ഈ പറഞ്ഞ രണ്ട് ഭൂവിഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ രണ്ട് ഭൂവിഭാഗങ്ങളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള റൂട്ടുകളും ട്രേഡ് റൂട്ടുകളും കണക്ഷൻസും കണക്ടിവിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഭയങ്കരമായിട്ടുള്ള പുരോഗതികൾ നമുക്ക് ഉണ്ടാക്കാം. കാരണം നമ്മുടെ മാനുഫാക്ചറിങ്, നമുക്ക് റോ മെറ്റീരിയൽസ് അവിടെ നിന്ന് കൊണ്ടുവരാനും, അതുപോലെ തന്നെ ഫിനിഷ് ഗുഡ്സ്, മാനുഫാക്ചർഡ് ഗുഡ്സ് ഇവിടുന്ന് കയറ്റി ഈ പറഞ്ഞ മാർക്കറ്റുകളിലൊക്കെ കൊണ്ടുപോകാനും സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വലിയൊരു വിജയമായിരിക്കും. പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള വിലങ്ങുതടി, ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് കഴിഞ്ഞ 10-20 വർഷമായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പരിപാടികളൊന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ചബഹാർ പോർട്ട് ഇറാനുമായിട്ടുള്ള നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുത്ത് അവരതിന് സമ്മതിക്കുകയും നമ്മളത് പോർട്ട് ഡെവലപ്പ് ചെയ്യുകയും നമ്മളതിനകത്തിൽ ഏകദേശം 300 ചില്ലാനം മില്യൺ ഡോളറിൻ്റെ, പിന്നെ ഏതാണ്ട് 120 പ്ലസ് 250 370 മില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അതിനകത്തിൽ ചെയ്യാൻ വേണ്ടി ഏകദേശം ധാരണയായിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ, അപ്പോൾ അതൊരു ലോങ് ടേം ഡീലാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയും, അത് ഇറാൻ്റെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനികളാണ് എൻ്റെ എഗ്രിമെൻ്റ് ടൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പം 120 മില്യൺ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാനും പിന്നീട് അഡീഷണൽ ആയിട്ടുള്ള 250 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാൻ അത് സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത്, അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ചബഹാർ പോർട്ട് നമ്മൾ നിർമ്മിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറാനുമായിട്ട് എഗ്രിമെൻറ്റിലെത്തിയത്. അപ്പം പാകിസ്ഥാൻ പറയുന്നത് പറഞ്ഞാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു സഖ്യം പാകിസ്ഥാന്റെ സെക്യൂരിറ്റിക്ക് ത്രെട്ട് ചെയ്യും എന്നുള്ളൊരു, അത് ശരിയാണ്. അത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു രാജ്യത്തിൻ്റെ വിഷയമായിരിക്കും, തന്ത്രപരമായിട്ടുള്ള വിഷയമായിരിക്കും. കാരണം അറിയാം, ഇന്ത്യക്ക് പാകിസ്ഥാനിൽ കൂടെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു ട്രേഡ് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാകിസ്ഥാന് ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന ആ ഒരു ബയലാറ്ററൽ ഉഭയകക്ഷി ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊരിക്കലും പാകിസ്ഥാനെ സമ്മതിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ വ്യാപകമാക്കുന്നതും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒട്ടുമേ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അവരെ സമ്മതിച്ചില്ല. അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ കണ്ട പോലെ ഈ പറഞ്ഞ ചബഹാർ പോർട്ട്, ഗ്വാദർ പോർട്ടുമായിട്ട് വലിയ ഡിസ്റ്റൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ഏതാണ്ട് 70 പരം കിലോമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഈ രണ്ട് പോർട്ടുകളും തമ്മിൽ. വലിയ വ്യത്യാസമൊന്നുമില്ല, 100 കിലോമീറ്റർ പോലും ഇല്ല, അതിന് താഴെയാണ്. അപ്പോൾ തന്ത്രപരമായിട്ട് ഈ രണ്ട് പോർട്ടും ചൈനയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഈ ചബഹാർ പോർട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പണി ട്രംപ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് കേൾക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. അത് ചൈനയ്ക്കും പാകിസ്ഥാനും കൊടുക്കുന്ന വലിയൊരു വിജയമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും യാതൊരു പിന്നെ സാങ്ഷനോ പണിഷ്മെൻറ്റോ ഒന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നില്ല. അപ്പോൾ അത് ഇന്ത്യ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു എന്താണ് പറയുന്നത് ചർച്ച, അല്ലെങ്കിൽ ഒരു അൺറിസോൾവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് കീഴിലാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ട്രേഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വൻതോതിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ചബഹാർ പോർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് വലിയൊരു പ്രഹരമാണ്. നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് പറഞ്ഞാൽ, ഈ ചബഹാർ പോർട്ട് ഫുള്ളി കമ്മീഷൻഡ് ആയി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു പിന്നെ പ്രയോജനം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും നമുക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്താനും അതുവഴി പാകിസ്ഥാൻ്റെ കളികൾ, ഒട്ടുമിക്ക കളികളും നമുക്ക് കുറയ്ക്കാനൊക്കെ സാധിക്കും. അപ്പം ഇങ്ങനൊരു സാങ്ഷൻ വരികയാണെങ്കിൽ, ചബഹാർ പോർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു
നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനെ ഏൽക്കുന്ന വലിയൊരു പ്രഹരമായിരിക്കും. അപ്പോൾ അത് ഇന്ത്യയുടെ പോളിസി മേക്കേഴ്സ് അമേരിക്കയെ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അമേരിക്ക ആയിട്ടുള്ള റിക്കൺസിലിയേഷൻ അല്ലെങ്കിൽ അനുനയം ഉണ്ടാക്കി ഇന്ത്യക്ക് ഈ പറഞ്ഞ ഒരു, കാരണം ഇന്ത്യക്ക് അമേരിക്കയെ കൺവിൻസ് ചെയ്യാം. കാരണം ഈ ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു ആയുധമായിരിക്കാം എന്നുള്ള രീതിയിൽ അമേരിക്കയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അമേരിക്ക അതിനകത്ത് കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇതൊരു റിയൽ ഇഷ്യൂ ആണ്, ഇതൊരു ക്രൈസിസ് ആണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിനകത്തിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഇളവുകളോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒഫീഷ്യലായിട്ടൊന്നും ഇതുവരെ ഒരു ഡിക്ലറേഷനോ അല്ലെങ്കിൽ വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അമേരിക്ക ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ മേഖലകളിലും വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ പ്രഷേഴ്സും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണാധികാരികളുടെ മിടുക്കും അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുന്നത്, നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ വില്ലും പൊളിറ്റിക്കൽ സ്ട്രെങ്തും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മാൻഷിപ്പ്, ഒരു ശരിക്കുള്ളൊരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരിയിൽ നയിക്കപ്പെടുന്ന ഭരണകൂടം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും. ഇപ്പോൾ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് മറ്റേതെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ ഇതിനെ കൈവിടാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള പൊളിറ്റിക്കൽ വില്ല് ഉണ്ടാകണം. ആ പൊളിറ്റിക്കൽ വില്ല് ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിനും ഭരണ സംവിധാനത്തിനും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്ര ഉറപ്പ് പോരാ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഇതുവരെയുള്ള നമ്മൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ. കാരണം അവരവരുടെ താല്പര്യങ്ങളെ ഒരിക്കലും സാക്രിഫൈസ് ചെയ്തിട്ടോ കോംപ്രമൈസ് ചെയ്തിട്ടോ ഇന്ത്യക്ക് ഇളവുകൾ തരികയോ ഒന്നും ചെയ്യത്തില്ല, അത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശകലനം ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.